ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ സർവേ പ്രാക്ടിക്കൽ ആണ് പറയാൻ പോണത്. സർവേ പ്രാക്ടിക്കലിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? സർവേൻ്റെ തിയറിയും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഡിറ്റർമൈനിങ് റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിൻറ്റ്സ് ഓൺ ദ സർഫസ്, ബിലോ ദ സർഫസ് ആൻഡ് അബവ് ദ സർഫസ് ഓഫ് എർത്ത്. ഓക്കെ, ഓരോ പോയിൻറ്റ്സിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുകയാണ്. റിലേറ്റീവ് പൊസിഷനാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. റിലേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വിത്ത് റെസ്പെക്റ്റ് ടു ഒരു പോയിൻറ്റിനെ ആ ഒരു മെറ്റീരിയൽ നിൽക്കുന്ന പോയിൻ്റ് എവിടെയാണോ അങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വിത്ത് റെസ്പെക്റ്റ് ടു എ റെഫറൻസ് പോയിൻ്റ്, അത് കണക്കിലെടുത്തിട്ടാണ് നമ്മൾ എന്ത് പറയണത്, ഈ സർവേയിങ് എന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പറയണത്. ഓക്കെ, അപ്പോൾ നമ്മൾ സർവേ പ്രാക്ടിക്കലിൽ ചെയ്യണത് കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ സർവേനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആണ്. പിന്നെ വരുന്നത് പ്ലെയിൻ ടേബിൾ സർവേ ആണ്. പിന്നെ കോമ്പസ് സർവേ, പിന്നെ നമ്മളുടെ ലെവലിംഗ്, ഡംബി ലെവൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ലെവലിംഗ് പരമായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്. പിന്നെ വരുന്നത് തിയോഡലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആംഗിൾ മെഷർമെൻറ്റ്. ഓക്കെ, ഇങ്ങനത്തെ പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു സർവേ പ്രാക്ടിക്കലിൽ മെയിനായിട്ട് നമ്മൾ ഡീൽ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ, ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ചെയിൻ സർവേ ആണ്. ഓക്കെ, അപ്പോൾ ചെയിൻ സർവേ എന്താണ്, നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെയാണ് അല്ലേ? ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് തരത്തിലുള്ള ചെയിനുകളുണ്ട്. ഓക്കെ, ഫസ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക് ചെയിനാണ്. ഈ മെട്രിക് ചെയിനാണ് നമ്മൾ ബേസിക്കലി നമ്മളുടെ ലാബുകളിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, മെട്രിക് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോളേജിൻ്റെ ലാബുകളിലും അതേപോലെ എല്ലാവരും ലാബിൽ ബേസിക്കലി നമ്മൾ ഫീൽഡ് വർക്കിൽ ഉപയോഗിക്കുന്നത് മെട്രിക് ചെയിനാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഫീൽഡ് വർക്കിൽ ഉപയോഗിക്കൂലേ എന്ന് ചോദിക്കും. അതും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ളത്, ഒന്ന് മെട്രിക്കും ഒന്ന് നോൺ മെട്രിക് ചെയിനാണ്. ഓക്കെ, നോൺ മെട്രിക് ചെയിൻ എന്ന് പറയുമ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ 3 തരത്തിലുള്ള ചെയിനുകളുണ്ട്. അതിന് ആദ്യത്തെ ചെയിനാണ് എൻജിനീയേഴ്സ് ചെയിന്, രണ്ടാമത്തെ ചെയിന് സർവേയേഴ്സ് ചെയിന്, മൂന്നാമത്തെ ചെയിന് റവന്യൂ ചെയിന്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ മാത്രം പറയണത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മൊത്തം മെട്രിക് ചെയിനിനെ കുറിച്ചാണ്. നോൺ മെട്രിക് ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെയിനും ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഈ നോൺ മെട്രിക് എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊക്കെ മെഷർമെൻറ്റ്സ് ഉള്ളത് ഫീറ്റിലാണ്. ഓക്കെ, അടിക്കണക്കിലാണ് ഉള്ളത് മെഷർമെൻറ്റ്സ്. അപ്പോൾ എൻജിനീയേഴ്സ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 100 ഫീറ്റ് ആയിരിക്കും അതിൻ്റെ ടോട്ടൽ ലെങ്ത് വരിക. ഓക്കെ, സർവേയേഴ്സ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 66 ഫീറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ റവന്യൂ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 ഫീറ്റ് ആയിരിക്കും എന്തുണ്ടാവുക, അതിൻ്റെ ടോട്ടൽ മെഷർമെൻ്റ് ഉണ്ടാവുക. ഓക്കെ, ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെട്രിക് ചെയിനിനെ കുറിച്ചാണ്. മെട്രിക് ചെയിനാണ് നമുക്ക് ഡെപ്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊരു റഫ് ഐഡിയ, ഒരു ധാരണ ഉണ്ടായാൽ മതി ഏതൊക്കെ ടൈപ്പ് ഓഫ് ചെയിൻ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മെട്രിക് ചെയിനിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. മെട്രിക് ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെട്രിക് ചെയിന് പല അളവിനുള്ള ചെയിനുകളുണ്ട്. ഓക്കെ, 5 മീറ്റർ ചെയിൻ ഉണ്ട്, 10 മീറ്റർ ചെയിൻ ഉണ്ട്, 20 മീറ്റർ ചെയിൻ ഉണ്ട്, 30 മീറ്റർ ചെയിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി ഫീൽഡിൽ ഉപയോഗിക്കുന്നത്, ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജിലൊക്കെ യൂസ് ചെയ്യണത് ബേസിക്കലി 20 മീറ്റർ ചെയിനും 30 മീറ്റർ ചെയിനുമാണ്. ഓക്കെ, നമ്മൾ എപ്പോഴും എന്താണ് ഓരോ ക്ലാസ്സുകളിലും പറയണത് അങ്ങനെ തന്നെയാണ്. ഫീൽഡിൽ യൂസ് ചെയ്യണ ചെയിനുകൾ 20 മീറ്ററും 30 മീറ്ററുമാണ്. അതിൻ്റെ അർത്ഥം വേറെ ഒന്നും ഇല്ല എന്നല്ല, 5 മീറ്ററും 10 മീറ്ററും ഉണ്ട്, പക്ഷെ ബേസിക്കലി ഉപയോഗിക്കാറില്ല, അതിൻ്റെ അളവ് കുറവ് ആയത് കാരണം. അപ്പം നമുക്ക് തന്നെ ഊഹിക്കാം എന്തുകൊണ്ടായിരിക്കും ഈ 5 മീറ്ററും 10 മീറ്ററും ഉപയോഗിക്കാതെ ഇരിക്കാനുള്ള കാരണം. ഓക്കെ, നമ്മളുടെ ഒരു ഏരിയ കുറച്ച് കൂടുതലായിരിക്കും. 5 മീറ്റർ 10 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം ഒന്ന് ആ ചെയിൻ ഇടണം, പിന്നെയും നമ്മളിങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യേണ്ടി വരും. 5 മീറ്ററും 10 മീറ്റർ ആകുമ്പോൾ അതന്നെ 20 മീറ്റർ ആകുമ്പോൾ നമുക്ക് ആ ഒരു അളവെടുക്കേണ്ടത് മാക്സിമം കുറയും. ഓക്കെ, അപ്പോൾ ഒരു നിങ്ങൾ ആലോചിച്ച് നോക്കുക,
നമ്മൾ ബേസിക്കലി ചെയിൻ ഇടുന്നത് എവിടെയാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെയിൻ ഇടുന്നത് എപ്പോഴും ഒരു ഏരിയേൻ്റെ ഏറ്റവും വലിയ ലെങ്ത്തിലായിരിക്കും നമ്മൾ ചെയിൻ ഇടുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കൺസിഡർ ചെയ്യുക ഒരു എക്സാമ്പിളായിട്ട്. ആ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലായിരിക്കും ഏറ്റവും വലിയ ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ചെയിൻ സർവേയിൽ ആ ഒരു ലെങ്ത്തിനെ പറയുന്ന പേരാണ് ബേസ് ലൈൻ. ഓക്കെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ, ആ ബേസ് ലൈനിൽ കൂടെ മാത്രമായിരിക്കും നമ്മൾ എന്ത് ഇടുന്നത്, നമ്മളുടെ മെട്രിക് ചെയിൻ ഇടുന്നത്. ഓക്കെ, ആ ഒരു ഡയഗണലായിട്ട് മാത്രമായിരിക്കും നമ്മൾ ആ മെട്രിക് ചെയിൻ എറിയുക. ഓക്കെ, ത്രോ ചെയ്യുക. ഓക്കെ, അതാണ് നിങ്ങളെ ആദ്യത്തെ ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ, എങ്ങനെയാണ് ഇടേണ്ടത്. അല്ലാതെ വെറുതെ നമ്മൾ ഈ അറ്റത്ത് കൂടെ ബൗണ്ടറി ലൈനാന്ന് വിചാരിക്കുക, 4 അറ്റുണ്ട്, ആ 4 അറ്റത്ത് കൂടെയും ചെയിൻ ഇങ്ങനെ വലിച്ച് കൊണ്ടുപോകാൻ പറ്റൂല. നമ്മളെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയഗണൽ ലൈൻസ്, അതിൻ്റെ നടുക്ക് കൂടെ ഒരു ഏറ്റവും വലിയ ലൈൻ ഉണ്ടാവും. ആ വലിയ ലൈന് ഏറ്റവും ലോങ്ങസ്റ്റ് ലൈനായിരിക്കും. ആ ഒരു സർവേ ഏരിയൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ലൈനായിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് ആയിരിക്കും നമ്മൾ എന്തിടുന്നത്, നമ്മളുടെ ചെയിന് ത്രോ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയിനിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫിഗറും കൂടി നിങ്ങൾ കാണുക. ഇതാണ് നമ്മളുടെ ചെയിൻ എന്ന് പറഞ്ഞ ആ ഒരു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ, ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൽ ഓരോ ലിങ്കുകളുണ്ട് അല്ലേ. ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചിന്തിക്കേണ്ട കാര്യം, നമ്മളുടെ ലാബിൽ, ഇതിപ്പോൾ നിങ്ങളുടെ ലാബിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ്, നമ്മളെ സർവേ ലാബിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. നമ്മളെ ലാബിൽ ഉപയോഗിക്കുന്നത് 30 മീറ്റർ ചെയിനാണ്. ഓക്കെ, 30 മീറ്റർ ചെയിനാണ് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം 2 ഹാൻഡിലുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ 2 ഹാൻഡിലുണ്ട്. ഈ 2 ഹാൻഡിലും കൂട്ടി ഒരേ സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ചെയിൻ എടുത്ത് എറിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ത്രോ ചെയ്യുക. ഓക്കെ, ത്രോ ചെയ്യണ സമയത്ത് നമ്മൾ 2 ഹാൻഡിലും നമ്മളെ കയ്യിൽ പിടിക്കണം, എന്നിട്ടാണ് ഇത് ത്രോ ചെയ്യുക. ഓക്കെ, ഒരു കൈ കൊണ്ട് ഈ ഹാൻഡിൽ പിടിക്കുക, അടുത്ത കൈ കൊണ്ട് ഇത് എറിയുക. അപ്പം ലെഫ്റ്റ് ഹാൻഡിലായിരിക്കും നമ്മളെ ഹാൻഡിൽസ് പിടിക്കുക. ഓക്കെ, 2 ഹാൻഡിൽ നമ്മളെ കൈവെള്ളയിൽ പിടിച്ചതിന് ശേഷം നമ്മളെ ഈ ചെയിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഓക്കെ, ആ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ റൈറ്റ് ഹാൻഡിൽ പിടിക്കുക. ഓക്കെ, ചെയിന് മുഴുവനായിട്ട്. ഓക്കെ, ഹാൻഡിൽ മാത്രം ലെഫ്റ്റിൽ പിടിക്കുക, ബാക്കി ചെയിനിൻ്റെ ഈ കുരുക്കുകളുള്ളതൊക്കെ റൈറ്റ് ഹാൻഡിൽ പിടിച്ച് അത് ത്രോ ചെയ്യുക. ഓക്കെ, ത്രോ ചെയ്തതിന് ശേഷം ഒരു ഹാൻഡിലുണ്ടല്ലോ, നമ്മൾ ബേസിക്കലി പറയണത് ചെയിനിൽ 2 ആൾക്കാർ വേണം ഇത് ചെയ്യാനായിട്ട്. ഇവർ 2 പേരെയും പറയണ ഒരു പേരാണ് ചെയിൻമെൻ. ഓക്കെ, ചെയിൻമെൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 ആൾക്കാർ വേണം. അതിൽ ഒരാൾ ഒരു ഹാൻഡിൽ പിടിക്കും, ഇത് ത്രോ ചെയ്തതിന് ശേഷം ഒരാൾ ഒരു ഹാൻഡിൽ പിടിക്കും, അടുത്ത ആൾക്ക് മറ്റേ ഹാൻഡിൽ കൊടുക്കും, എന്നിട്ട് അയാൾ ഇങ്ങനെ നേരെ പോവുക ചെയ്യുക. ഏത് കൂടെയാണ് നമ്മൾ സർവേ നടത്താൻ പോണത്, ആ ഒരു ലെങ്ത് കൂടെ അയാൾ നടന്ന് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ചെയിനിൽ നമ്മളുടെ ഓരോ ലിങ്കിൻ്റെ അളവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, 20 സെൻറ്റിമീറ്റർ ആയിരിക്കും ഒരു ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് എടുക്കുക, 20 മീറ്ററിൻ്റെ ചെയിൻ ഉണ്ടെങ്കിൽ അതിൽ എത്ര ലിങ്ക് ഉണ്ടാവും? അതിൽ 20 മീറ്റർ ഡിവൈഡഡ് ബൈ 20 സെൻറ്റിമീറ്റർ. 20 മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുക. അപ്പോൾ 2000 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 20 സെൻറ്റിമീറ്റർ. അപ്പോൾ എത്ര ലിങ്കായി? 100 ലിങ്ക് ഉണ്ടാവും. ഒരു 20 മീറ്റർ ചെയിനിൽ 100 ലിങ്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ലാബിൽ ഉണ്ടായിരുന്നത് 30 മീറ്റർ ചെയിനാണ്. അപ്പം 30 മീറ്റർ ചെയിനിൽ എത്ര ലിങ്ക് ഉണ്ടാവും? അതിൽ ഏകദേശം 150 ലിങ്ക്സ് ഉണ്ടാവും. ഏകദേശം എന്നല്ല, 150 ലിങ്ക്സ് ആണ് ഉണ്ടാവുക. ഏതൊരു ചെയിനാണെങ്കിലും അതിൽ ലിങ്ക്സ് 20 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, മെട്രിക് ചെയിൻ ആണെങ്കിൽ എല്ലാ മെട്രിക് ചെയിനുകളിലും ലിങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ ലിങ്കിൻ്റെ അളവ് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് വരുന്ന വേറൊരു ഡൗട്ടായിരിക്കും, എന്തെന്ന് വെച്ചാൽ നമ്മളെ ഹാൻഡിലുള്ള ഭാഗത്ത് എങ്ങനെയാണ് ലിങ്കിൻ്റെ കണക്കെടുക്കുക? ആ ഒരു ഹാൻഡിലിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഏറ്റവും അറ്റത്തെ പോർഷൻ. അറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെഫ്റ്റത്തെ പോർഷനാണ് ഉദ്ദേശിക്കുന്നത്, റൈറ്റ് അല്ല. ലെഫ്റ്റത്തെ എന്താ പറയുക, ആ ഒരു എൻഡ് മുതൽക്ക് ഒരു 3 റിങ് ഉണ്ടാവും. 3 ഓവൽ റിങ് എന്നാണ് പറയുക. ഓക്കെ, 3 ഓവൽ റിങ്സ്.
നിങ്ങൾക്ക് അറിയണ കാര്യം തന്നെയാണ്. 3 ഓവൽ റിംഗ് ആയിട്ടായിരിക്കും അതിൻ്റെ ലിങ്കുകൾ ഉണ്ടാവുക, ആ കണക്ഷൻ ഉണ്ടാവുക. ഓക്കെ, ആ 3 ഓവൽ റിങ്സിൻ്റെ സെൻറ്റർ മുതൽക്ക് ഈ ഹാൻഡിലിൻ്റെ ലെഫ്റ്റ് എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ആദ്യത്തെ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ലിങ്ക് പിന്നെ നിങ്ങൾക്ക് അറിയാം, നോർമലി ആ 3 ഓവൽ റിങ്സിൻ്റെ സെൻറ്റർ മുതൽക്ക് അടുത്ത 3 ഓവൽ റിങ്സിൻ്റെ സെൻറ്റർ വരെ ആയിരിക്കും അടുത്ത ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആ ലിങ്ക് എത്രയായിരിക്കും? 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെ 20 20 20. അതേപോലെ തന്നെ അവസാനം ആ അറ്റത്തെത്തുമ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അതേ കേസായിരിക്കും. ആ 3 ഓവൽ റിങ്സിൻ്റെ സെൻറ്റർ മുതൽക്ക് ഹാൻഡിലിൻ്റെ റൈറ്റ് എൻഡ് വരെ, റൈറ്റ് ഹാൻഡിലാവുമ്പോൾ റൈറ്റ് എൻഡ് വരെ, ഏറ്റവും അറ്റം വരെ മുഴുവനായിട്ടുള്ള ഡിസ്റ്റൻസാണ് എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിങ്കുകളൊക്കെ ഉള്ളത് ഒരു കുരുക്ക് പോലെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഹാൻഡിലും ഈ ലിങ്കും തമ്മിലുള്ള ആ ജോയിൻ്റ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ജനവാതിലിൽ നമ്മളുടെ ആ ഒരു ബോൾട്ട് ജോയിൻ്റ് ഉണ്ടല്ലോ, ജനവാതിൽ നമ്മളിങ്ങനെ കുറ്റിയിടുമല്ലോ, ആ കുറ്റി ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനെ പറയണ, ആ ജോയിൻറ്റിനെ പറയണ പേരാണ് സ്വിവൽ ജോയിൻറ്റ്, അല്ലെങ്കിൽ ഐ ബോൾട്ട് കണക്ഷൻ എന്ന് പറയും. ഓക്കെ, ഐ ബോൾട്ട് കണക്ഷൻ അല്ലെങ്കിൽ സ്വിവൽ ജോയിൻറ്റ് എന്ന് പറയും. എന്താ വെച്ചാൽ ഇത് ഒക്കെ വൈവേയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണത്. ഓക്കെ, അപ്പോൾ 30 മീറ്റർ ചെയിനിൽ ഏകദേശം നല്ല 150 ലിങ്ക്സ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ, നമ്മളുടെ ഓരോ 5 മീറ്ററിലും ടാലീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ 5 മീറ്റർ ഗ്യാപ്പിലും. ഇപ്പം നമുക്കറിയാം എത്രയാണ്, 30 മീറ്റർ ചെയിൻ ആണെങ്കിൽ അതിൽ ഓരോ 5 മീറ്റർ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ഉണ്ടാവും, എത്ര ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 30 ഡിവൈഡഡ് ബൈ 5, അത് 6 ആയിരിക്കും അല്ലേ. അപ്പോൾ 6 ടാലീസ് ഉണ്ടാവണം. പക്ഷെ 6 ടാലീസ് ഉണ്ടാവുമോ? ഇല്ല. എന്തുകൊണ്ട് 6 ടാലീസ് ഇല്ലാത്തത്? 6ാമത്തെ ടാലി ഉള്ള സ്ഥലത്ത് നമ്മളുടെ ഹാൻഡിൽ ഉണ്ടാവും. ഓക്കെ, നമുക്കറിയാം 2 അറ്റത്തും 2 ഹാൻഡിലുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 6ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ, 30 മീറ്ററിനെ 6ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 6ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ 6 മീറ്ററിൽ 5 മീറ്ററിൽ ഒരു ടാലി ഉണ്ടാവും, അടുത്ത 5 മീറ്ററിൽ ഒരു ടാലി ഉണ്ടാവും, അടുത്ത 5 മീറ്ററിൽ. അപ്പോൾ അവസാനത്തെ 5 മീറ്റർ ആകുമ്പോൾ അവിടെ ടാലി കൊടുക്കാൻ പറ്റില്ല, അവിടെ എന്തുണ്ട്? ഹാൻഡിലുണ്ട്. അപ്പോൾ അവിടെ എന്തായിരിക്കും? ആകെ 5 ടാലീസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 മീറ്റർ കൂടുമ്പോഴാണ് ടാലി ഉള്ളത്, അത് ഓർത്ത് വെക്കുക. ആ 5 മീറ്ററിൽ ആദ്യത്തെ 5 മീറ്റർ ആകുമ്പോൾ ഇതേപോലത്തെ, നിങ്ങളുടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതേപോലത്തെ ടാലി ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ആദ്യത്തെ 5 മീറ്റർ കഴിയുമ്പോൾ ഇതേപോലത്തെ ടാലി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഒരു താലിമാല പോലത്തെ നമ്മളെ താലി ഉണ്ടാവുമല്ലോ, അതേപോലെ തന്നെയാണ് ഫസ്റ്റ് ടാലി ഉണ്ടാവുക. ഇനി നമുക്ക് സെക്കൻഡ് ടാലി നോക്കാം. സെക്കൻഡ് ടാലി ആകുമ്പോൾ കണ്ടോ, ഒരു 2 എന്നുള്ള രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 2 എന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഇത് എവിടെയാണ് കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ 3 ഓവൽ റിങ് ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഓരോ ജോയിൻറ്റുകളും 3 ഓവൽ റിങ് ആയിട്ടാണ്. അപ്പോൾ ഈ ഓവൽ റിങ്സിൻ്റെ നടുക്കത്തെ റിങ്ങിലായിരിക്കും ഈ ടാലീസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് 2ാമത്തെ ടാലിയാണ്, 10 മീറ്ററിൽ വരുന്ന ടാലിയാണ്. ഇനി നമുക്ക് 3ാമത്തെ ടാലിയിലേക്ക് പോവാം. ഇതാണ് നമ്മളുടെ 3ാമത്തെ ടാലി. കണ്ടോ, 3ആയിട്ട് കാണിച്ചിട്ടുള്ളത്, 3 വിരൽ പോലെ ഇങ്ങനെ ഉണ്ട്, നമ്മളെ തൃശൂലം പോലെ ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു? 2ാമത്തെ 2ൽ 2 എണ്ണമായിരുന്നു, ഇവിടെ 3 എണ്ണമാണ് അല്ലേ. അപ്പോൾ ഇത് എത്ര മീറ്ററിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ഇത് 15 മീറ്ററിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ 20 മീറ്റർ ആകുമ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പറയും 4 എണ്ണം ഉണ്ടാവും. 20 മീറ്റർ ആകുമ്പോൾ 4 എണ്ണം അല്ല ഉണ്ടാവുക, അവിടെ എത്ര എണ്ണം ഉണ്ടാവുക? അവിടെ ഇതേ 2 എണ്ണം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 25 മീറ്റർ ആകുമ്പോൾ എത്ര എണ്ണം ഉണ്ടാവുക? 25 മീറ്റർ ആകുമ്പോൾ 5 എണ്ണം അല്ല 1 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ കാരണം? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഹാൻഡിലില്ലേ, ഇപ്പം ഞാൻ ഉപയോഗിക്കണത് നിങ്ങൾ വിചാരിക്കുക ഒരു സൈഡത്തെ ഹാൻഡിലായിരുന്നു ഞാൻ ഉപയോഗിച്ചത് സ്റ്റാർട്ടിങ് പോയിന്റിൽ. അപ്പോൾ വേറൊരാൾ ഉപയോഗിക്കുമ്പോൾ അതേ ഹാൻഡിൽ തന്നെ പിടിക്കണം എന്നുണ്ടോ? അവിടെ ഇതാണ് ഇനീഷ്യൽ ഹാൻഡിൽ, ഇതാണ് എൻ്റെ ഹാൻഡിൽ, അങ്ങനെയൊന്നുമില്ല. ഹാൻഡിലുകളിലൊക്കെ ഒരേപോലെ ഉണ്ടാവുക. അപ്പോൾ ആരെ എവിടെ സ്റ്റാർട്ട് ചെയ്താലും അയാൾക്ക് എങ്ങനെ വരണം? ആദ്യത്തെ ടാലി 1 തന്നെ ആയിരിക്കണം
അല്ലേ? അത് അപ്പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്താലും ഇപ്പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്താലും എങ്ങനെയായിരിക്കണം? ഫസ്റ്റ് ടാലി 1 ആയിരിക്കണം, സെക്കൻഡ് ടാലി 2, പിന്നെ വരുന്നത് 3. ഓക്കെ, അപ്പോൾ അങ്ങനെ 5 ടാലീസാണ് 30 മീറ്റർ ചെയിനിൽ ഉണ്ടാവുക. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുക, 20 മീറ്റർ ചെയിനിൽ എത്ര ടാലീസ് ഉണ്ടാവും? 20 മീറ്റർ ചെയിനിൽ 3 ടാലീസാണ് ഉണ്ടാവുക. ഓക്കെ, ആദ്യത്തെ ടാലി 1 ഉണ്ടാവും, രണ്ടാമത്തെ ടാലിയിൽ 2 ഉണ്ടാവും, പിന്നെയും മൂന്നാമത്തെ ടാലിയിൽ 1 ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ഓർത്തെടുത്താൽ മതി. നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ടാലി ഫിഗർ നോക്കുക, ഇത് സെക്കൻഡ് ടാലി, ഇത് തേർഡ് ടാലി. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ചെയിനിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചെയിൻ നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നത് ഏത് ഏരിയസിലായിരിക്കും? എവിടേക്കാണ് നമ്മൾ ചെയിൻ ഉപയോഗിക്കുക? ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയയിലേക്കും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയിൻ ഉപയോഗിക്കുക. അതേപോലെ തന്നെ എങ്ങനെയായിരിക്കും? നമ്മളെ ഏരിയ സ്മോൾ ആയിരിക്കണം. ഓക്കെ, സ്മോളർ ഏരിയ, ഫ്ലാറ്റും ആകണം. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാകാൻ പാടില്ല. കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, കാട് പിടിച്ച സ്ഥലമൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് ട്രയാങ്കുലർ പോർഷനായിട്ട് നമുക്കറിയാം. പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിങ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രയാങ്കുലേഷൻ. ട്രയാങ്കിളാക്കി മാറ്റണം ആ ഒരു ഏരിയനെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ട്രയാങ്കിളാക്കി മാറ്റാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ചെയ്യാൻ പറ്റൂല എന്ന് ഒരിക്കലും പറയണില്ല. ബേസിക്കലി നമ്മളിത് ഈ ഒരു ചെയിൻ ഉപയോഗിക്കുന്നത് ഏരിയ സ്മോൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തും അതേപോലെ ഫ്ലാറ്റ് ആയിരിക്കണം. എന്താ പറയുക, ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചെരുവുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, ഓപ്പൺ ഫീൽഡൊക്കെ ഉണ്ടാവില്ലേ? നമ്മളുടെ ഗ്രൗണ്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏരിയ നടത്താൻ നല്ല സൗകര്യമായിരിക്കും. അതേപോലെ ഗ്രൗണ്ട് ആകുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ലല്ലോ, ഉള്ളിൽ മരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിങ്സോ അങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. ഓപ്പൺ ഫീൽഡ് ആകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ചെയിൻ സർവേ എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ചെയിൻ സർവേ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണ ഒരു കാര്യമാണ്, നമ്മൾ ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞു അല്ലേ? ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രയാങ്കിൾസ് ആക്കിയിട്ട് മാറ്റുക. ഓക്കെ, നമ്മളുടെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേ ആണ് ട്രയാങ്കുലേഷൻ. നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ് ആക്കരുത്. പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു വർക്ക് ഫ്രം വോൾ ടു പാർട്ടും, പിന്നെ രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയാം ടു എസ്റ്റാബ്ലിഷ് എ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു നോൺ പോയിന്റ്സ് ആണ് അല്ലേ? പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേ എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലേഷൻ ആണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും ചെറിയ ചെറിയ ട്രയാങ്കിൾസ് ആക്കി മാറ്റാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ആ ട്രയാങ്കിളിനും ഒരു പ്രത്യേകത ഉണ്ട്. എങ്ങനെയായിരിക്കണം ആ ട്രയാങ്കിൾ ഉണ്ടാവുക? ആ ട്രയാങ്കിളിൻ്റെ അളവ് 30 ഡിഗ്രീനെയും കാട്ടി കൂടുതലായിരിക്കണം. അതേപോലെ 120 ഡിഗ്രീനെയും കാട്ടി കുറവായിരിക്കണം. ഓരോ ആംഗിൾസ് ഉണ്ടല്ലോ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? 3 സൈഡ് ഉണ്ടാവും, അതിന് 3 ആംഗിൾസ് ഉണ്ടാവും. ഈ 3 ആംഗിൾസും എങ്ങനെയായിരിക്കണം ഉണ്ടാവേണ്ടത്? 30 ഡിഗ്രീൻ്റെ മുകളിലും ആയിരിക്കണം, അതേപോലെ തന്നെ 120 ഡിഗ്രീനെ കുറവുമായിരിക്കണം. അപ്പോൾ ചില ട്രയാങ്കിളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 20 ഡിഗ്രി ഉണ്ടാവും, അതേപോലെ 150 ഡിഗ്രി ഉള്ള ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ ആംഗിൾസ് നമ്മൾ ഈ ഒരു ചെയിനിങ്ങിൽ ഉപയോഗിക്കാൻ പാടില്ല. നമ്മളുടെ ആംഗിൾസ് ഒക്കെ ബേസിക്കലി എങ്ങനെയായിരിക്കണം? 30 ഡിഗ്രീൻ്റെ മുകളിലും 120 ഡിഗ്രീൻ്റെ കുറവുമായിരിക്കണം. ആ ഒരു ട്രയാങ്കിളിനെ പറയുന്ന പേരാണ് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ. ഓക്കെ, ഒരു ബേസിക് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ചെയിന് പറഞ്ഞപ്പോൾ ചിഞ്ചു മിസ് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇനി പറയാനുള്ള റേഞ്ചിങ് റോഡാണ്. റേഞ്ചിങ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു നമ്മളുടെ ഒരു ഏരിയ ചിലപ്പോൾ 20 മീറ്ററോ 30 മീറ്ററോ ഒന്നും ആയിരിക്കില്ല. നമ്മളെ ബേസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ 100 മീറ്റർ ഉണ്ടാവുമ്പോൾ നമ്മൾ ചെയിൻ ഇടുകയാണ്. ആ ചെയിൻ ഇടുന്ന സമയത്ത് നമ്മളുടെ ചെയിൻ എത്ര വലുപ്പം? അല്ലെങ്കിൽ 30 മീറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ 20 മീറ്റർ ഉണ്ടാവും. അപ്പോൾ ആ 30 മീറ്ററിൽ അത് ആ 100 മീറ്റർ കവർ ചെയ്യുമോ? ഇല്ല. നമുക്കത് 2ഉം 3ഉം പ്രാവശ്യം ഇടണം അല്ലേ? ഇപ്പോൾ ഒരു 30 മീറ്റർ ചെയിൻ ആണെങ്കിൽ അത് 4 പ്രാവശ്യം ഇടണം അല്ലേ? 30, 30, 30, പിന്നെ ഒരു 10 മീറ്ററും കൂടി കിട്ടിയാലാണ് 100 ആവുക. അതന്നെ ഇപ്പോൾ 20 മീറ്റർ ചെയിൻ ആണെങ്കിൽ 5 പ്രാവശ്യം ഇടണം. അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് ഇത് വിലങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ട്. വിലങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതൊക്കെ ചെയ്യണത് നമ്മൾ മനുഷ്യന്മാരാണ് അല്ലേ? നമ്മൾ മനുഷ്യന്മാർ പിടിക്കുമ്പോൾ അതിങ്ങനെ ചെരിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത്? സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടണമെങ്കിൽ നമ്മളെന്താ ചെയ്യുക? ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കുറേ റേഞ്ചിങ് റോഡ് കുത്തി വയ്ക്കും. എങ്ങനെയാണ് ഈ റേഞ്ചിങ് റോഡ് കുത്തി വെക്കുന്നത്? നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും
സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ 2 എക്സ്ട്രീം ആയിട്ടുള്ള പോയിന്റ്സിൽ റേഞ്ചിങ് റോഡ് കുത്തി വയ്ക്കും. നമ്മളെ ഇനീഷ്യലായിട്ടുള്ള പോയിന്റിലും അതേപോലെ എൻഡ് പോയിന്റിൽ 2 റേഞ്ചിങ് റോഡ് കുത്തി വെച്ചിട്ട് അതിൻ്റെ ബാക്ക് കൂടെ ഒരാൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കും. ഈ ശ്രദ്ധിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഇടയിലുള്ള ആൾ അതിൻ്റെ ഇടയിൽ നിൽക്കണം. ഇടയിൽ നിന്നിട്ട് കുറേ റേഞ്ചിങ് റോഡ്സ് ഫിക്സ് ചെയ്യും. ഓക്കെ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ റേഞ്ചിങ് എന്ന് പറയുന്നത്. ടു ഫിക്സ് ദ ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സിനെയാണ് നമ്മൾ റേഞ്ചിങ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ നടുക്ക് കുറച്ച് പോയിന്റ്സ് ഫിക്സ് ചെയ്യണം. ആ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റോഡാണ് റേഞ്ചിങ് റോഡ്. അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ബൈനോക്കുലറിലൊക്കെ വെച്ച് നോക്കൂലേ, ഒരു കണ്ണ് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നമ്മളെന്താ പറയുക, നടുക്കത്തെ ആളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. ആ ബാക്കത്തെ റേഞ്ചിങ് റോഡിൻ്റെ അനുസരിച്ച് എന്നിട്ട് നമ്മൾ പറയും അവിടെ ഫിക്സ് ചെയ്തോളൂ എന്ന് പറയും. ആദ്യം പറയും റൈറ്റിലേക്ക് പോ, ലെഫ്റ്റിലേക്ക് പോ, എന്നിട്ട് പറയും സെൻറ്ററിൽ ഏകദേശം സെറ്റായിട്ടുണ്ട് അവിടെ കുത്തിക്കോളൂ എന്ന് പറയും. അപ്പോൾ എന്താ നോക്കണത്, ഈ 3 റേഞ്ചിങ് റോഡും ഏകദേശം എങ്ങനെ നിൽക്കണം, 3 എന്നല്ല, അതിൻ്റെ ഇടയിൽ കുറേ എണ്ണം ഫിക്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 3 എങ്ങനെയായിരിക്കണം, കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം. ആ രീതിയിൽ ഫിക്സ് ചെയ്യേണ്ട പോയിന്റ്സിനെ നമ്മൾ ഫിക്സ് ചെയ്യണത് ഈ റേഞ്ചിങ് റോഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ റേഞ്ചിങ് റോഡിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ എത്ര ലെങ്ത്ത് എന്ന് അറിഞ്ഞിരിക്കണം. ഏകദേശം 2 മീറ്റർ മുതൽക്ക് 3 മീറ്റർ ആയിരിക്കും നമ്മൾ റേഞ്ചിങ് റോഡിൻ്റെ അളവ്. അതേപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ആദ്യത്തെ ബാൻഡ് കണ്ടോ, ഒന്ന് റെഡും ഒന്ന്, അപ്പോൾ ചിലവർ ചോദിക്കും ഓറഞ്ച് അല്ലേ. നമ്മൾ ബേസിക്കലി പറയണത് റെഡ് വൈറ്റ് എന്നുള്ള രീതിയിലാണ് പറയുക. റെഡ് വൈറ്റ്. ഈ ഓരോ എന്താ പറയുക ബാൻഡിൻ്റെയും അളവ് എത്രയായിരിക്കും, 20 സെൻറ്റിമീറ്ററിൻ്റെ ആയിരിക്കും ഓരോ ബാൻഡിൻ്റെയും അളവ് വരുന്നത്. ഓക്കെ, റെഡ് വൈറ്റ് ആയിരിക്കും. നമ്മൾ ബേസിക്കലി ഫോളോ ചെയ്യണത് ഈ റേഞ്ചിങ് റോഡിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ റെഡും വൈറ്റും ആയിരിക്കും. പിന്നെ ഇതിൻ്റെ വിസിബിലിറ്റി റേഞ്ച് ഉണ്ട്. വിസിബിലിറ്റി റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, എത്ര ദൂരം നിന്നാൽ ഈ ഒരു റോഡ് കാണാൻ പറ്റും. ഏകദേശം 200 മീറ്റർ ദൂരം നിന്നാലും നമുക്ക് ഈ ഒരു റോഡ് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ വിസിബിലിറ്റി റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. പ്ലംബോബാണ്. പ്ലംബോബിനെ നമുക്ക് മലയാളത്തിൽ പറയുന്ന ഒരു കാര്യമാണ് തൂക്കുകട്ട. നിങ്ങൾക്ക് അറിയണ കാര്യമാണ്, നമ്മൾ പടവിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാൻ. വെർട്ടിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കല്ല് പടുത്തതിന് ശേഷം കല്ലുകളൊക്കെ ഒരേ ലെവലിലാണോ പടുത്തത്, നമ്മൾ തൂക്കുകട്ട വെച്ചിട്ട് താഴേക്ക് ഇങ്ങനെ എന്താ പറയുക ഇറക്കി കൊടുക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ലെവലാണോ എന്നുള്ളത്. ഓക്കെ, കറക്റ്റ് വെർട്ടിക്കലായിട്ട് നമ്മളിപ്പോൾ ചുമരിങ്ങനെ ചെരിഞ്ഞ് വരികയാണ്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ. എല്ലാം ഒരേ ലെവലിൽ നിൽക്കണ്ടേ, കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കണം. നമ്മളുടെ ഫ്ലോറുമായിട്ട് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ ചുമര് നിൽക്കണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ പടവുകാരാണ്, നമ്മളെ മേസണാണ് ബേസിക്കലി ഈ ഒരു തൂക്കുകട്ട ഉപയോഗിക്കുന്നത്. ഇതിനെ പറയുന്ന പേരാണ് പ്ലംബോബ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ആരോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഓരോ ഇൻ്റർമീഡിയറ്റ്, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ നമ്മളെ ചെയിൻ ഇട്ടു 100 മീറ്റർ ലെങ്ത് ആയിരുന്നു. പക്ഷേ 20 മീറ്ററാണ് നമ്മൾ ചെയിൻ ഇടുന്നത്, അല്ലെങ്കിൽ 30 മീറ്റർ. അപ്പോൾ ഓരോ 20 മീറ്ററോ അല്ലെങ്കിൽ 30 മീറ്റർ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ആരോസ് അവിടെ ഫിക്സ് ചെയ്തിട്ട് അടിക്കും. നമ്മൾ ഹാമർ വെച്ചിട്ട് ഇത് ഏകദേശം 40 സെൻറ്റിമീറ്റർ വലുപ്പമുണ്ട്. ഓക്കെ, നമ്മളെ ഈ സ്റ്റെമ്പിൻ്റെ ആ ഒരു കൂർത്ത ഭാഗം ഉണ്ടാവില്ലേ, എൻഡിൽ കൂർത്തിട്ടാണ് ഉണ്ടാവുക. അത് അടിക്കുമ്പോൾ നമ്മളെ മണ്ണിലേക്ക് ഇങ്ങനെ തുളച്ച് കയറും. ആ രീതിയിലാണ് ഈ ആരോസിൻ്റെ ഒരു അറ്റം ഉണ്ടാവുക. അത് നമുക്കിങ്ങനെ അടിച്ച് കയറ്റിയാൽ മതി. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ആയിരിക്കും. ആ ടോപ്പിലുള്ള ആ സർക്കിളില്ലേ, അത് ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ജോയിൻ്റ് ആയിട്ടല്ല, ഒരു വട്ടം പോലെ ഉണ്ടാവും. പക്ഷേ അത് ജോയിൻ്റ് അല്ല. അത് നമ്മൾ എന്താണ് ബേസിക്കലി നമ്മളുടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിനെ നമ്മൾ മാർക്ക് ചെയ്യാൻ. റേഞ്ചിങ് റോഡ് വെറുതെ വെക്കുകയുള്ളൂ, അത് കുത്തി വെക്കുകയൊന്നുമില്ല. റേഞ്ചിങ് റോഡ് എടുത്ത് മാറ്റും 20 മീറ്റർ അളന്നതിന് ശേഷം. അവിടെ പിന്നെ എന്താണ് ഫിക്സ് ചെയ്യുക, അവിടെ നമ്മൾ ആരോസ് ആണ് ഫിക്സ് ചെയ്യണത്. ബേസിക്കലി 40 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വലുപ്പം ഉണ്ടാവുക. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 mm ആയിരിക്കും ഇതിൻ്റെ ഡയമീറ്റർ ഉണ്ടാവുക. ഇനി പറയാനുള്ളത് വുഡൻ പെഗ് ആണ്. വുഡൻ പെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് ബേസിക്കലി നമ്മളുടെ എന്താണ് എൻഡ് പോയിന്റ്സിൽ മാത്രം മാർക്ക് ചെയ്യുന്നതാണ് വുഡൻ പെഗ് ഉപയോഗിച്ചിട്ട്. എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ പറഞ്ഞു ബേസ് ലൈനിൽ 2 എൻഡ് ഉണ്ടല്ലോ. എ എന്ന് പറഞ്ഞ ഒരു എൻഡ് ഉണ്ട്, അതേപോലെ ബി എന്ന് പറഞ്ഞ എൻഡ് ഉണ്ട് അല്ലേ, അറ്റങ്ങൾ. 2 അറ്റം നമ്മൾ മാർക്ക് ചെയ്യണം. അവിടെ ഈ ഒരു മരത്തിൻ്റെ കഷ്ണം വെച്ചിട്ട് നമ്മൾ അവിടെ തളയ്ക്കും. ഓക്കെ, അടിച്ച് തറയ്ക്കും, നമ്മളുടെ ഭൂമിയിലേക്ക് അടിച്ച് തറയ്ക്കും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു പോയിൻ്റാണ് ഈ എൻഡ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് ഏകദേശം അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, അതുകൊണ്ടാണ് വുഡനായിട്ടുള്ള ഒരു പെഗ് ഉപയോഗിക്കുന്നത്.
ഇത് നമ്മളുടെ ടേപ്പാണ്. ടേപ്പ് നിങ്ങളൊക്കെ ചിന്തിക്കും നമ്മൾ എന്തിനാണ് ചെയിൻ ഉപയോഗിക്കുന്നത്, ടേപ്പ് അല്ല അതിനെക്കാട്ടി നല്ല. ഒരു രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു രീതി കറക്റ്റാണ്. പക്ഷേ നമ്മൾ ബേസിക്കലി പറയണത് റഫ് യൂസിന് നമുക്ക് ബേസിക്കലി ഉപയോഗിക്കുന്നത് ചെയിനാണ്. റഫ് യൂസ് ആയി കഴിഞ്ഞാൽ, റഫ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ പോലത്തെ ആൾക്കാർക്കാണ് ഈ ചെയിനൊക്കെ തരുന്നത്. ഓക്കെ, ഒരുത്തൻ പിടിച്ച് വലിക്കും, ഒരുത്തൻ വലിക്കൂല, ഒരുത്തൻ തോന്നണ പോലെ ഉപയോഗിക്കും. ഫീൽഡിൽ നിങ്ങളൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏറ്റവും റഫ് യൂസിൽ ഉപയോഗിക്കുക ആ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിനാണ്. അതിന് കൂടുതൽ എന്താണ് ഡിഫക്റ്റുകൾ വരില്ല. ഇനി വന്നാലും നമുക്ക് സുഖമായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ടേപ്പിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ടേപ്പ് എന്താണ്, ഒരു പരിമിതമായിട്ടുള്ള ഒരു അളവ് മാത്രമേ ടേപ്പിന് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ടേപ്പ് കേടായി കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ടേപ്പിന്. അതേപോലെ റഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്താ പറയുക, അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടേപ്പ് നമ്മൾ അളക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഈ ചെയിനാണെങ്കിൽ പോലും ചെറിയ കാര്യങ്ങൾക്ക്, മുഴുവനായിട്ട് ഉപയോഗിക്കില്ല, ചെറിയ കാര്യങ്ങൾക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ടേപ്പ് ഉപയോഗിക്കാറുണ്ട്. അത് നിങ്ങൾ പിന്നെ പഠിക്കും. ക്രോസ് സ്റ്റാഫ്, ഇതാണ് നമ്മളുടെ ക്രോസ് സ്റ്റാഫ്. ക്രോസ് സ്റ്റാഫ് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നത് നമ്മളുടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പോയിന്റ്സ്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ബേസ് ലൈൻ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ, അതിൻ്റെ ഇടയിലുള്ള കുറേ പോയിന്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇടയിലുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയഗണലിൽ മാത്രമാണ് ബേസ് ലൈൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ രണ്ടറ്റം ഉണ്ടാവും അല്ലേ, രണ്ട് ഭാഗത്തും ലെഫ്റ്റും റൈറ്റും ആയിട്ട് രണ്ട് ഭാഗത്തും പോയിന്റ്സ് ഉണ്ടാവും. ആ പോയിന്റ്സിനെ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ബേസ് ലൈന് കൂടെ ഈ ക്രോസ് സ്റ്റാഫ് ഉപയോഗിച്ചിട്ട് നടക്കുക ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് നോക്കും. ഏത് പോയിന്റിലേക്ക്, നമ്മളുടെ ഈ ബേസ് ലൈനിൻ്റെ പുറമേ ഉള്ള പോയിന്റിലേക്ക് നോക്കിയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈന് സെറ്റ് ചെയ്യണം. ഓക്കെ, അതിന് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ക്രോസ് സ്റ്റാഫ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെ ക്രോസ് സ്റ്റാഫ് ഉപയോഗിക്കുക. അതിൻ്റെ ടോപ്പ് വ്യൂ, ഇതാണ് ടോപ്പ് വ്യൂ ഓഫ് ക്രോസ് സ്റ്റാഫ്. ഇതിൽ കണ്ടോ, ഓരോ സ്ലിറ്റ് ഉണ്ട്. സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ഗ്യാപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഗ്യാപ്പിലൂടെ നമ്മൾ നോക്കുക ചെയ്യുക. ഓരോ പോയിന്റിലേക്ക് ഇങ്ങനെ നോക്കും. ആദ്യം നമ്മൾ ഒരു ഭാഗത്ത് കൂടെ ഇതിൽ 4 പോയിന്റിലേക്ക് നോക്കാൻ പറ്റും അല്ലേ, ഒരു ഭാഗത്ത് നിന്ന് ഒരു പോയിന്റിക്കും അടുത്ത ഭാഗത്ത് നിന്ന് അടുത്ത പോയിന്റിക്കും. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യണത് എങ്ങനെയാണ്, രണ്ട് ബേസ് ലൈനിൻ്റെ 2 പോയിന്റ്സ് ഉണ്ടല്ലോ, അത് പെർപെൻഡിക്കുലർ ആയിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ ലൈനിൽ കൂടെ ഇങ്ങനെ നടക്കുക. എന്നിട്ട് വേറൊരു പോയിന്റിൽ നിന്ന്, അതിൻ്റെ നേരെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മളുടെ ബേസ് ലൈനിൻ്റെ പുറമേക്കുള്ള പോയിന്റിലേക്ക് നോക്കുക. അപ്പം നമുക്ക് പെർപെൻഡിക്കുലർ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനെയാണ് ക്രോസ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ പറയേണ്ട ഇതാണ് അവസാനത്തെ സ്ലൈഡ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഫോൾഡർ, ഓക്കെ, ഒരു PDF നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇടും. അപ്പോൾ അതിൽ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ട്, ചെയിൻ സർവേൻ്റെ ഒരു 3 പേജ് ഉണ്ട്. ആ 3 പേജ് നിങ്ങൾ ഒരു നോട്ട് വാങ്ങിച്ചതിന് ശേഷം ആ ഒരു നോട്ട്ബുക്കിൽ നല്ല വൃത്തിക്ക് ഇത് എഴുതുക. ഓക്കെ, ഇൻട്രൊഡക്ഷൻ പാർട്ട് നല്ല വൃത്തിക്ക് എഴുതുക. അതിൽ ഒരു 3 പേജേ ഉള്ളൂ, അത്ര കൂടുതലൊന്നുമില്ല, ഒരു ദിവസം ഇരുന്നാൽ മാത്രം മതി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരിക. അതിൻ്റെ ഒപ്പം തന്നെ അതിൽ ഫിഗേഴ്സ് ഉണ്ട്. ഫിഗേഴ്സ് നിങ്ങളുടെ ഓണം വെക്കേഷനിൽ വരച്ചാൽ മതി. എഴുതണ കാര്യം നിങ്ങൾ പെട്ടെന്ന് തന്നെ എഴുതിയിട്ട് എനിക്ക് തരിക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡൻസ് തരേണ്ടതാണ്. അപ്പോൾ അറ്റൻഡൻസ് നിങ്ങളുടെ എന്താണ്, ഈ ഒരു നോട്ട് എഴുതിയതിൻ്റെ രീതിയിലാണ്. നോട്ട് ആരൊക്കെ എഴുതുന്നോ അതിൻ്റെ ബേസിസിലാണ് നമുക്ക് അറ്റൻഡൻസ് തരാൻ പറ്റുക. അപ്പോൾ ഒരു നല്ലൊരു നോട്ട് എടുത്തിട്ട് അതിൽ എഴുതി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.